വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഠിക്കാം ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? 1 വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, 3 ക്ഷേത്രപ്രവേശന വിളംബരം, 4 മലബാർ കലാപം. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഈ ഓർഡറാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 2 ജാലിയൻവാല ബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 3 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. 4 രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 1, 3, 4 ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പ്രസ്താവനകൾ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 1988 ജനുവരി 20-ന് ഭാരതരത്ന അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഘർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഇത് രൂപീകരിച്ചത് 1983-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, എച്ച്.എൻ. കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത്. 1ഉം 3ഉം 4ഉം എന്താണ്? ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകവും ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയും, ഇത് രണ്ടും തെറ്റാണ്. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇത് രണ്ടും ശരിയാണ്. 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹരിക്കെയിൻ എന്നാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. NW3 ആണ് ശരി ഉത്തരം. 12ാമത്തെ ചോദ്യം, 2024-ലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സൗദി അറേബ്യ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. 2 ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3 ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇത് 3ഉം ശരിയാണ്. അടുത്ത 14ാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ആദ്യം നെല്ല്, 2ാമത് ഗോതമ്പ്, 3ാമത് ചോളം, 4ാമത് പയറുവർഗ്ഗങ്ങൾ. ഇതാണ് ഇതിൻ്റെ ശരിയുത്തരം. 15ാമത്തെ ചോദ്യം,
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതാണ്? ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആദ്യത്തേത് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, ഭൂപരിഷ്കരണം, ബാങ്ക് ദേശസാൽക്കരണം, 500, 1000 രൂപ നോട്ടുകളുടെ നിരോധനം. ഇതാണ് ശരിയായ ക്രമം. 17ാമത്തെ ചോദ്യം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 18ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ. ആദ്യത്തേത് അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുക. 3. സഹകരണ ഫെഡറലിസം എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എ ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 19ാമത്തെ ചോദ്യം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പനിയുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. പ്രസ്താവനകൾ 2ഉം 3ഉമാണ് ശരി. അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇത് 2ഉമാണ് ശരിയുത്തരം. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നവയിൽ ഏതാണ്? 1. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് അധ്യക്ഷൻ. 2. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 3. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 4. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട സമിതി. അടുത്ത 21ാമത്തെ ചോദ്യം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 1ഉം 3ഉമാണ് ശരി. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിപ്പിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. അടുത്ത 22ാമത്തെ ചോദ്യം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. 2. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. 23ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 1,
2, 4 എന്നിവയാണ് ശരി. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ചെയർമാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 24-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 ശരി ഉത്തരം. മാൻസുഖ് മാണ്ഡവ്യയാണ് ശരി ഉത്തരം. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 1, 15-ാമത്തെ പ്രസിഡന്റ്. 2, 14-ാമത്തെ പ്രസിഡന്റ്. 3, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 4, 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി, അതായത് 1ഉം 3ഉമാണ് ശരി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 15-ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 26-ാമത്തെ ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഖ് അൽ സിദ്ദി ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 ശരി. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആണ് ശരി ഉത്തരം. 27, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഓപ്ഷൻ എ 1 ശരി. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം പദ്ധതി. 28-ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം ശരിയാണ്. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. 2, പോക്സോ നിയമത്തിലെ 27-ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 3, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ഇത് 3ഉം ശരിയാണ്. 29-ാമത്തെ ചോദ്യം, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉം ശരിയാണ്. 1, പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. 3, പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്ത 30-ാമത്തെ ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? 1, കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. 2, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 31-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 ശരി ഉത്തരം. ശ്രീ എം ഷാജറാണ് ഉത്തരം. 32-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 ശരി ഉത്തരം. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ശരി ഉത്തരം. 33, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉം ശരിയാണ്. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. 34-ാമത്തെ ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടെൻഡനുകളാണ് പേശികളെ അസ്ഥിയുമായി യോജിപ്പിക്കുന്ന യോജക കല. 35-ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. 36, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രക്തം. 37, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കരളാണ്. 38, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോഫിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ സി, അക്രോമെഗാലി.
39-ാമത്തെ ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ലൈസോസൈം. 40, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി മിഠായി. 41-ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൗദി അറേബ്യ. 42-ാമത്തെ ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 ജൂൾ. 43, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അപവർത്തനം കാരണമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. 44, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില? ഉത്തരം ഓപ്ഷൻ എ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യം. 45, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓഗസ്റ്റ് 23 ആണ് ദേശീയ ബഹിരാകാശ ദിനം. 46, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 47, രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർക്കുന്നതാണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 48, ഇന്ത്യയിൽ 0 കാർബണായ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സാഞ്ചിയാണ്. 49, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി. 50-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സിനാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 52-ാമത്തെ ചോദ്യം, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. 53, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം ഓപ്ഷൻ സി, സർക്കസ് ആണ്. 54, തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, കുഞ്ഞനന്ദൻ നായരാണ്. 55, പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗിയമുള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം ഓപ്ഷൻ സി, മുഹൈദ്ദീൻ മാല. 56, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ? ഓപ്ഷൻ ബി. 57, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഉത്തരം ഓപ്ഷൻ ഡി, ആർ പ്രജ്ഞാനന്ദ. 58, മൺസൂർ ക്രോക്സ് ബയോബ്ലീറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കേരള വനഗവേഷണ കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്. 59, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത്? ഉത്തരം ഓപ്ഷൻ ബി, ഗിഗാബൈറ്റ് ആണ്. 60, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4 ശരിയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ ഇത് 3 ശരിയാണ്. 61-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാൻ. 62, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ടെലഗ്രാം ആണ്. 63, ഡീപ്പ് ഫേക്ക് എന്നാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക്. 64, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംസ്ഥാനത്തിലെ ഗവർണർ. 65-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിസ്വാർത്ഥ സേവനങ്ങൾ. 66, ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഇതിന്റെ പ്രവർത്തനം അല്ല. 67, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അതായത് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക,
ഓപ്ഷൻ സി സാമ്പത്തിക ചൂഷണം. അപ്പോൾ ഇത് എല്ലാം ശരിയാണ്. 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോസ്കോ ആക്ട് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആണ്, 2012 ആണ്. 69ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 70 ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ, ഉത്തരം ഓപ്ഷൻ എ രേഖ ശർമ്മ. 71ാമത്തെ ചോദ്യം 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 15%. 72 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ 138. 73 ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം എടുക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2 മണിക്കൂർ 15 മിനിറ്റ്. 74 തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില 2k+1 × 2⁵ = 2�7. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1. 75 എ ജോലി 20 ദിവസമെടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കുവാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ദിവസം എടുക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 30 ദിവസം. 76 ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. 77 രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി തെക്കാണ്. 78 ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എങ്കിൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ZRUOG. 79 തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? 4, 7, 12, അടുത്ത സംഖ്യ 19 ആണ്. 80 എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി ഹരണം എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B 5 എത്ര സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 17. 81ാമത്തെ ചോദ്യം ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റേഴ്സ് ഹാസ് അറൈവ്ഡ്. ഓപ്ഷൻ എ ആണ്. 82 ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷാൾ വി. 83 ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. 84 ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. 85 ദ ഡോൾ ബിലോങ്സ് ഡാഷ് ടു ദ ചൈൽഡ് 2. 86 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 87 ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ഓപ്ഷൻ സി ആണ്, സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. 88 ദ ഡാഷ് ഓഫ് വോൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. പാക്ക് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 89 ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെൻറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മോഡിഫിക്കേഷൻ. 90 ഐഡൻറ്റിഫൈ ദ അറ്റോണിം ഫോർ ഡിഫിക്റ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർപ്ലസ്. 91ാമത്തെ ചോദ്യം അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ എ ആണ്, സന്തതി ഇല്ലാത്തവൻ. 92 താഴെ പറയുന്നവയിൽ ശരിയായ പദം. ഉത്തരം ഓപ്ഷൻ ഡി, കവയിത്രി. 93 താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനമാണ്. ഓപ്ഷൻ സി, പുരുഷന്മാർ. 94 ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ചുരുക്കി പറയുക. 95 പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുമ്പോൾ. ഓപ്ഷൻ ബി ആണ്, പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 96 പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ, അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? അശ്വത്ഥാത്മാവിനെയാണ് ദ്രൗണി എന്ന് പറയുന്നത്. 98 ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ സി ആണ്, ചിത് പ്ലസ് മുദ്ര. 99 കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്, AR രാജരാജവർമ്മ. 100 താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തിലുള്ള വാക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്.